ഹായ് ഹലോ മദർ യൂണിവേഴ്സിറ്റിയിലേക്ക് സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ എൻ്റെ വ്യൂസ് ആഗ്രഹിക്കുന്ന നിലയിലൊരു മാറ്റം സംഭവിക്കുമോ എന്ന് നോക്കാം. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മാറ്റം സംഭവിക്കുമോ? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ആഗ്രഹിക്കുന്ന രീതിയിലൊരു മാറ്റം സംഭവിക്കുമോ? ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സഡൻ ഒരു മാറ്റം, ഒരു സഡൻ ഗ്രോത്ത് നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നു. ഓക്കെ, ഒരു ഓഫർ വരുന്നു. സാമ്പത്തിക ഓഫർ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ഓഫർ ആയിരിക്കാം, നിങ്ങൾക്ക് ജോലി, സാമ്പത്തികം, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഭൂമി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇത് നിങ്ങളിലേക്ക് വരുന്നു. നിശ്ചയം എത്രയും പെട്ടെന്ന് തന്നെയാണ് അത് നിങ്ങളെ തേടി എത്തുന്നത് എന്നിവിടെ കാണിക്കുന്നു. അഫർമേഷൻ ചെയ്യുക. വളരെ സ്പീഡിനാണ് കേട്ടോ. താങ്ക് യു യൂണിവേഴ്സ്. അപ്പം ഇതാരുടെ റീഡിംഗ് ആണ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അഫർമേഷൻ ശക്തമാക്കുക. ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. വന്നിരിക്കുന്ന 3 കാർഡ്സും പോസിറ്റീവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ചില ഓഫറുകൾ വരുന്നു, നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നർ സറൗണ്ടിങ് എനർജി എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ ഇന്നർ സറൗണ്ടിങ് എനർജി എന്താണ്? നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഇന്നർ സറൗണ്ടിങ് എനർജി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സെക്കൻഡ് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ ഇന്നർ സറൗണ്ടിങ് എനർജി എന്താണ്? ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നല്ല ഭയമുള്ളതായി കാണുന്നു. നിങ്ങളുടെ ചിന്തകൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. എന്തൊക്കെയോ കർമ്മ നിങ്ങൾക്ക് ബാക്കി നിൽക്കുന്നതായി കാണുന്നു. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാനുണ്ട്, ഓപ്പൺ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആരെങ്കിലും ദേഷ്യം കാണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യം കാണിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞ് ഉപേക്ഷിക്കുക. ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ച് നോക്കാം. ഓപ്പൺ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ഒരു മ്യൂസിക് വരും. ഓക്കെ, ഫോർഗീവ് മീ, ഐ ലവ് യു എന്ന് പറഞ്ഞ് വരുന്നതാണ്. അത് ആര് തന്നെയാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ ചുറ്റുമുള്ള ആര് തന്നെയാണെങ്കിലും നിങ്ങളത് ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എത്രത്തോളം അവരോടുള്ള ദേഷ്യവും പകയും നിങ്ങൾ വലിച്ചു വെച്ചിരിക്കുന്നോ അത്രത്തോളം നിങ്ങൾ ക്ഷീണിക്കുകയാണ്. നിങ്ങൾ പെയിൻ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ റിലീസാക്കുക, അവർക്ക് ബ്ലെസ്സിങ് കൊടുക്കുക, അവരെ വിട്ടയക്കുക. നിങ്ങൾക്ക് അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ ഇന്നർ സറൗണ്ടിങ് എനർജി എന്ന് പറയുന്നത് ഇവിടെ ചില കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശം ചില വ്യക്തികളിൽ നിന്നും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യകതയുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നില്ല. എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഗുരുക്കന്മാരെ നിങ്ങൾ കാണുക, അല്ലെങ്കിൽ അവരുടെ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ളതായി കാണുന്നുണ്ട്. 3 നമ്പർ ജുപ്പിറ്റർ ആണ്. ജുപ്പിറ്റർ എന്ന് പറയുമ്പോൾ ഗുരുവാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ തടസ്സങ്ങൾ നേരിടുന്നെങ്കിൽ, നിങ്ങളുടെ ജോലിയിലാകാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം, എന്തിലാണോ നിങ്ങൾക്കിപ്പോൾ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഗുരുക്കന്മാരെയോ മാതാപിതാക്കളെയോ കണ്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക. അവർക്ക് വേണ്ടതായിട്ടുള്ള നല്ല ആഹാരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനുള്ളൊരു മനസ്സ്, ഓക്കെ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ബ്ലോക്കുകളും മാറുന്നതായിരിക്കും എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരു ബ്ലാക്ക് മാജിക് എനർജി അല്ല, ഒരു ന്യൂട്രൽ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത് നിങ്ങളിൽ തന്നെ ചില വിഷാദമായിട്ടുള്ള ചില കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കുന്നത് കാരണം ചില കാർമിക്കായിട്ടുള്ള എനർജിയിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ബ്ലെസ്സിങ്ങിനെ മറച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് രണ്ടുമാണ് ഈ കാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാകുമോ? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാകുമോ? ഒരു കാർഡ് സെലക്ട് ചെയ്യുക. വരാനിച്ചിട്ട് പാട്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. റിലേഷൻഷിപ്പിൽ എന്ത് ബ്ലെസ്സിങ് ആണ് വരുന്നത്? ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ചില ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ചില കാര്യങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിലൊരു ക്ലാരിറ്റി വരുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബ്രേക്ക് ത്രൂ ചെയ്യുകയാണ്. അവരുടെ മാനസിക അവസ്ഥ നിങ്ങൾ കൂടുതൽ സ്ട്രെങ്ത് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയും നാൾ നിങ്ങളുടെ വാക്കിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയ്ക്കോ കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് വരുന്നതായിട്ട്, ഒരു ധൈര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നേന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായി കാണുന്നുണ്ട്. ഓക്കെ,
വളരെ ഹാപ്പിയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. റിലേഷൻ സംബന്ധമായിട്ട് ഒരു അബൻഡൻസ് ആണ് നിങ്ങളെ തേടിയെത്തുന്നത്. ഗ്രോത്ത് വരുന്നു. ഫാമിലിയിൽ എല്ലാവരും കൂടിച്ചേരുന്ന ഒരു നിമിഷം നിങ്ങൾക്ക് വരാൻ പോകുന്നതായി കാണുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഏസ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ ഇടയിൽ മാനസികമായിട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ബാലൻസ് ഇല്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാമാണ് ക്ലാരിറ്റി വരുന്നത്. ഓക്കെ, ആ ഒരു കാര്യത്തിനെല്ലാം ക്ലാരിറ്റി വരും. ഇനി നിങ്ങളുടെ മാനസികാവസ്ഥ അങ്ങനെ എപ്പോഴും കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടുപോകുന്നില്ല. നിങ്ങൾ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പോകുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ ജോലി സംബന്ധമായിട്ട് എന്ത് മാറ്റമാണ് വരുന്നത്? ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, എന്ത് മാറ്റമാണ് വരുന്നത്? ഫസ്റ്റ് സെക്കൻഡ്. ഒരു കാർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ ജോലിയിൽ എന്ത് മാറ്റമാണ് വരുന്നത്? ഓക്കെ, 8 ആണ് വന്നിരിക്കുന്നത്. സാമ്പത്തിക ഗ്രോത്ത്, ഒരു ഹാർഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തിരുന്ന ജോലി കൂടുതൽ സാമ്പത്തിക ഗ്രോത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഹാർഡ് വർക്കും കാണുന്നുണ്ട്. ഓവറായിട്ട് നിങ്ങൾക്ക് ജോലി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, സമ്പത്തും വന്നോളും കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട. ജോലി ചെയ്തിട്ട് പൈസ കിട്ടുന്നില്ല എന്നുള്ള ടെൻഷൻ വേണ്ട. സാമ്പത്തിക ഗ്രോത്തും നിങ്ങൾക്ക് വരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ വ്യക്തികൾക്ക് ഇവിടെ നിങ്ങളുടെ ജോലി സംബന്ധമായി നിങ്ങൾ ഓക്കെയാണ്. പക്ഷേ ഇമോഷണലി ആ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് സ്ട്രഗിൾ കാണുന്നുണ്ട്. ഓക്കെ, ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, ഇമോഷണൽ ബാലൻസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റു ചില വ്യക്തികൾ നിങ്ങളോട് അകന്നിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് കൂടുതൽ അടുത്ത് സംസാരിക്കുവാനോ അല്ലെങ്കിൽ മാനസികമായിട്ടൊരു സപ്പോർട്ടിനോ ഒന്നും വരാത്തൊരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാര്യത്തിലൊരു ചേഞ്ച് വരും. കാരണം നിങ്ങൾ സ്റ്റാർ ആകാൻ പോകുന്നു. നിങ്ങൾ നിൽക്കുന്ന ഏത് ജോലി സിറ്റുവേഷൻ ആണോ അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഉയർച്ച വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ചില വ്യക്തികൾക്ക് അസൂയ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങളോട് അവർ അസൂയ കാണിച്ച് നിങ്ങളോട് മിണ്ടാതിരിക്കും. നല്ല സ്നേഹത്തിലായിരിക്കുന്ന വ്യക്തികളൊക്കെ ചിലപ്പം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളോട് വഴക്കിട്ട് മിണ്ടാതിരിക്കും. പക്ഷേ അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ സ്റ്റാർ ആകാൻ പോകുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് അവർക്ക് നിങ്ങളുടെ അസൂയയൊക്കെ വന്നിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളോട് പെട്ടെന്ന് സ്നേഹിച്ചിരുന്നവരൊക്കെ പെട്ടെന്നൊരു ദേഷ്യമൊക്കെ വരുന്നതെങ്കിൽ അവരറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ജോലി കയറ്റം ലഭിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നു, നിങ്ങൾ സ്റ്റാർ ആകുന്നു, മറ്റുള്ളവരെല്ലാം നിങ്ങൾ അറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് നിങ്ങളോട് അസൂയ കാരണം നിങ്ങളോട് മിണ്ടാതിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. മക്കൾക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മക്കൾക്ക് ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാകുമോ? ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാകുമോ? ഫസ്റ്റ് സെക്കൻഡ്. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് സാഹചര്യം അത്ര ശരിയല്ല. മൈൻഡ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തന്നെ തളർന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ. കൂടെ നിന്ന് ആൾക്കാർ ചതിക്കാൻ വേണ്ടിയിട്ട് തന്നെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അവർക്കറിയാം മക്കൾ വേദനിക്കും എന്ന് അറിഞ്ഞിട്ട് തന്നെ ചിലവർ കൂടെ നിന്നിട്ട് അവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടായിട്ട് ചില വാക്കുകൾ ഇട്ട് കൊടുത്ത് അവരെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും അങ്ങനെയുള്ള ബന്ധുക്കളിൽ നിന്നും ഒക്കെ ഒരു അകലം പാലിക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ സ്വയമായിട്ട് തന്നെ മനസ്സിനെ ശക്തിപ്പെടുത്തണം. നമ്മൾ കരയാൻ നിന്ന് കഴിഞ്ഞാൽ കരയിപ്പിക്കാൻ ആൾക്കാർ വരും. നമ്മൾ ഓടാൻ നിന്ന് കഴിഞ്ഞാൽ ഓടിക്കാൻ ആൾക്കാർ വരും. എപ്പോഴാണോ നമ്മളത് രണ്ടും നിർത്തുന്നത് ആ സമയത്ത് നമ്മളെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികളും അവസാനിക്കുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് എന്ത് കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പം നിങ്ങൾ എന്തെങ്കിലും മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഓഫർ കൊടുക്കുമ്പോഴും അവരത് ഇഗ്നോർ ചെയ്തിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളിലേക്ക് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയിൽ നിന്നും അവർ പുറത്ത് വരുന്നതിന് വേണ്ടിയിട്ട് 4 നമ്പറിൻ്റെ റെമഡീസ് ചെയ്യുക. 4 നമ്പറിൻ്റെ റെമഡീസ് ആകുമ്പോൾ രാഹുവിൻ്റെ റെമഡീസ് എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് നമ്മുടെ വുഡിൻ്റെ എന്തെങ്കിലും എലമെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ എലമെൻറ്റ്, ഇതുപോലെ ഇതെല്ലാം കൂടെ വാരിയിട്ട് കൊടുക്കണം എന്നല്ല പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതിപ്പം നമ്മൾ എല്ലാം കൂടി വാരിയിട്ടിരിക്കുന്നതേ ഉള്ളൂ. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ജസ്റ്റ് സ്വർണ്ണത്തിലല്ല വെള്ളിയിൽ തീർത്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റോണോ കാര്യങ്ങളോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക്
വുഡിൻ്റെ പേന ഉണ്ടല്ലോ, വുഡിൻ്റെ പേന കുട്ടികൾക്ക് വുഡിൻ്റെ പേന നമുക്ക് എഴുതാൻ കൊടുക്കാം. അതാകുമ്പോഴത്തേക്ക് എപ്പോഴും അവരുടെ കൈകളിൽ അത് ആ ഒരു വുഡിൻ്റെ ടച്ച് എപ്പോഴും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ തുളസിയുടെ ഇതുപോലെ തുളസി വുഡ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ മാല കുട്ടികൾക്ക് വാങ്ങിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ രുദ്രാക്ഷം കുട്ടികൾക്ക് വാങ്ങിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. എൻ്റെ വ്യൂസിന് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ്? എന്ത് മെസ്സേജാണ് പ്രപഞ്ചശക്തി നൽകുന്നത്? ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങളുടെ ചില സിറ്റുവേഷൻ ഇപ്പോൾ ബ്ലോക്കാണ്, പക്ഷേ അത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇപ്പോൾ താൽക്കാലികമായി ബ്ലോക്കാണ് എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിലെ മുറിവ് ഉണങ്ങുന്നില്ല. അപ്പം മുറിവ് ഉണങ്ങാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ചില വഴികൾ ഇവിടെ ഓപ്പണായി വരാത്തത്. അപ്പം നമ്മൾ റിപ്പീറ്റായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, വേദനയാണ് ശരിയാണ്, നമ്മുടെ ലൈഫിൽ വന്ന കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ യാത്ര മുന്നോട്ട് പോകത്തില്ല. ഓക്കെ, അത് ഉറച്ചതാണ്. വർഷങ്ങളായിട്ട് എനിക്ക് ഒരു ഗതിയും പിടിച്ചിട്ടില്ല, എനിക്ക് ഒരു മാറ്റവുമില്ല എന്ന് പറയുന്നവരുടെ ലൈഫ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. റിപ്പീറ്റായിട്ട് വേദനകൾ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ ഒരു വിധത്തിലും ഒരു ഉയർച്ച ലഭിക്കത്തില്ല. ആ സ്റ്റക്നെസ് അവിടെ തന്നെ കാണും. ഓക്കെ, അപ്പം നമ്മുടെ ഹൃദയത്തിലെ വേദന മുറിവുകളെ ഉണക്കണമെങ്കിൽ നമ്മൾ അവരോട് ഫോർഗീവ് ചെയ്യണം. ഫോർഗീവ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നവർക്ക് നഷ്ടപ്പെടുന്നത് ആ വ്യക്തിയുടെ കാര്യം മാത്രമായിരിക്കില്ല, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല രീതിയിൽ വീഴ്ച വരും. അതുപോലെ തന്നെ നിങ്ങളുടെ മാനസിക നില, നിങ്ങളുടെ സൗഹൃദങ്ങൾ, നിങ്ങളുടെ ബന്ധുക്കൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തും. അപ്പോൾ അതിനൊക്കെ ശേഷം ലാസ്റ്റ് വന്നിട്ട് നമ്മൾ പറയും, എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാം എന്ന് നിങ്ങൾ എപ്പോഴാണോ പറയുന്നത് ആ സമയത്തായിരിക്കും ഈ വണ്ടി മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾക്ക് ഇപ്പോഴേ യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ സാമ്പത്തികമോ റിലേഷനോ ജോലിയോ എന്തെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കിന് കാരണം ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ വേദന ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ ആ വേദന നിങ്ങൾ വിട്ട് കളയണം, റിലീസ് ചെയ്യണം, ഹോപ്പണപ്പോൺ പറയണം. എങ്കിൽ മാത്രമായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത്. പ്രപഞ്ചത്തിൽ നിന്ന് എന്തും ടാപ്പ് ചെയ്തെടുക്കുവാനുള്ള ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് വളരെ അനുഗ്രഹമാണ് നിങ്ങളെ തേടി എത്തുന്നത്. വിജയമാണ്, ഗ്രോത്താണ്. നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാം 6 നമ്പറാണ് വന്നിരിക്കുന്നത്. ശുക്രനാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ്ങിൻ്റെ ടൈമാണ്. മടിച്ചു നിൽക്കരുത്, ആക്ഷൻ എടുക്കണം. നിങ്ങൾക്ക് വിജയമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് പോലെ തന്നെ നന്മകൾ കൊണ്ട് നിറയട്ടെ. ഓക്കെ, ചിങ്ങമാസം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ന്യൂ ഇയർ.